ഈ നമ്മൾ നിപ്പയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഷിഗല്ലയുടെ കാര്യവും പറയേണ്ടതുണ്ട്. തലസ്ഥാനത്തേക്കും ഷിഗല്ല ബാധിച്ചിരിക്കുകയാണ്. 3 കുട്ടികൾക്കാണ് നിലവിൽ വന്നിരിക്കുന്നത് ഷിഗല്ല രോഗം. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരത്തും ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ കൂടുതൽ ജാഗ്രത പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും കുടിവെള്ള സ്രോതസ്സുകളിലെ ക്ലോറിനേഷൻ, തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുന്ന അടക്കമുള്ള വ്യാപകമായി നടപ്പാക്കും. ജില്ലയിൽ നിലവിൽ 6 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗബാധിതരുടെ ഉള്ളവരുമായി ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടെങ്കിൽ പോലും ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. വി അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, തലസ്ഥാനത്തേക്ക് കൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അവരുടെ ആരോഗ്യത്തിന് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പോലും ഇത് കൂടുതൽ വ്യാപനത്തിലേക്ക് സാധ്യതയുണ്ടെന്ന് വേണോ കണക്കാക്കാൻ? ഹരി, വ്യാപന സാധ്യത തള്ളിക്കളയാനാകില്ല. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ 20 പേർക്കാണ് ഷിഗല്ല ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 514 പേരെ രോഗലക്ഷണങ്ങളുമായി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയോ അവർ ചികിത്സ നടത്തുകയോ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നഗരത്തിൽ ചാക്കയിലാണ് ഷിഗല്ല ബാധ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുത്തൻതോപ്പ് അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിലും ഷിഗല്ല രോഗികളെ കണ്ടെത്തിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. തട്ടുകടകളിലും മറ്റും പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. വെള്ളത്തിലൂടെ പകർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ ആഹാര സാധനങ്ങളിലൂടെയൊക്കെ പകരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ആരോഗ്യ വകുപ്പ്. നിലവിൽ ഇത്തരത്തിലൊരു തീവ്രമായ വ്യാപനത്തിന്റെ സാധ്യതയില്ലെങ്കിൽ പോലും ഈ മാസങ്ങളിൽ ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇത് പടരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ, നടപടികൾ ഊർജിതമായി തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഒന്നുകൂടി വേഗത്തിലാക്കുന്നുണ്ട്. മഴയാണ്, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടെയുമൊക്കെ കുടിവെള്ളവും ഇതുമായി കലരാതിരിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയൊക്കെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വളരെ ഭീതിജനിപ്പിക്കുന്ന ഒരു സാഹചര്യമില്ലെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട, ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് തലസ്ഥാനത്തും ഉള്ളത്. നഗരത്തിൽ ചാക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. ഏതായാലും പരമാവധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തീരുമാനവും പ്രവർത്തനവും ഒക്കെ. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രോഗബാധ തടയാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ബോധവത്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഹരി, വ്യക്തമാണ്. നിലവിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എങ്കിൽ പോലും ഇത് കൂടുതൽ വ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. എന്തായാലും നിലവിൽ ആരോഗ്യനില, അതായത് തലസ്ഥാനത്ത് രോഗബാധയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഷിഗല്ല തലസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ വയനാട്ടിലേക്കും കൂടെ പോകണം. ഷിഗല്ല വയനാട്ടിൽ പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ജില്ല മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ജില്ലയിൽ 9 കുട്ടികളാണ് പോസിറ്റീവ് ആയത് എന്നതുകൂടി പറയണം. നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ ജയരാജ് ചേരുന്നുണ്ട്. ജയരാജ്, 9 കുട്ടികൾക്കാണ് വയനാട് കോളിയാടി സ്കൂളിലെ 9 കുട്ടികൾക്കാണല്ലോ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ 20 പേർക്കോളം രോഗബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വയനാട്ടിൽ എങ്ങനെയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അവിടെ സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ജില്ലയിൽ ഇപ്പോൾ 9 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലക്ഷണങ്ങൾ കാണിച്ച 21 സാമ്പിളുകൾ പരിശോധിച്ചതിനാലാണ് 9 പോസിറ്റീവ് കണ്ടത്. ഇതിലിനി 12 ഫലം കൂടി വരാനുണ്ട്. ഇന്ന് ഉച്ചയോടെ ഫലം ലഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചതായാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ നമ്മൾ അറിയിച്ചത്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 9 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് DMO അറിയിച്ചിട്ടുള്ളത്. ഇതുവരെ 514 പേരിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ കൂടി 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 45 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതുവരെ 174 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് ഫീൽഡ് തല രോഗനിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏതാണ്ട് 2227 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. അതുപോലെ തന്നെ ജില്ലയിലെ 1330 കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട്. 938 ORS പാക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിലെ എല്ലാ പ്രദേശത്തും, പ്രത്യേകിച്ച് രോഗബാധിത പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള മൈക്ക് അനൗൺസ്മെന്റ്, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസുകൾ, പകർച്ചവ്യാധി നിരീക്ഷണ പ്രവർത്തനങ്ങൾ, ക്ലോറിനേഷൻ എന്നിവ നടത്തി വരുന്നുണ്ട്.
ഈ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ജില്ലയിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ ക്ലിനിക്കുകളും ഷിഗല്ല രോഗലക്ഷണങ്ങളുള്ള രോഗികൾ വന്നാൽ ജില്ലാ സർവൈലൻസ് യൂണിറ്റിൽ അറിയിക്കേണ്ടതാണെന്ന നിർദ്ദേശവുമുണ്ട്. ഷിഗല്ല രോഗലക്ഷണവുമായി വരുന്നവർക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകരുതെന്നും രോഗലക്ഷണങ്ങളുള്ളവരുടെ വിവരങ്ങൾ അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിക്കുന്നതിനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഷിഗല്ല രോഗലക്ഷണം റിപ്പോർട്ട് ചെയ്ത സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഈ കുട്ടികളെല്ലാവരും തന്നെ വീട്ടിൽ സുരക്ഷിതരായിരിക്കുന്നുണ്ടോ എന്നും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നും ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഷിഗല്ല കൺട്രോൾ സെല്ലിൽ നിന്നും കുട്ടികളുടെ വീടുകളിലേക്ക് ഫോൺ വിളിച്ച് ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട്. കുട്ടികൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കേണ്ടതാണെന്ന നിർദ്ദേശവുമുണ്ട്. കുട്ടികളിൽ നിന്നും രോഗം മറ്റുള്ളവരിലേക്ക് മുതിർന്നവരിലേക്ക് പകരുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതലുകളോ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും പുതുതായി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്ന നിർദ്ദേശവുമുണ്ട്. എന്തായാലും ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പ്രതിരോധ മാർഗങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യക്തി ഭക്ഷണ പരിസര ശുചിത്വ കാര്യങ്ങളിൽ യാതൊരുവിധ വീഴ്ചയും വരുത്തരുതെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ കർശനമായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രോഗലക്ഷണം ഇതുവരെ കൂടുതലും കുട്ടികളിലാണ് കണ്ടെത്തിയത്. ഇതുവരെ 4 മുതിർന്നവർക്ക് മാത്രമാണ് രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുള്ളൂ. കൂടുതൽ പേരിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ആരോഗ്യ വിഭാഗം നടത്തുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. സമഗ്രമായ റിപ്പോർട്ടാണ് വയനാട്ടിൽ നിന്നും ജയരാജ് പത്തേറ്റി തന്നത്. നമ്മൾ കൊല്ലത്തേക്കും കൂടെ പോകണം. കാരണം ഈ ഷിഗല്ല ഇങ്ങനെ ഓരോ ജില്ലകളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ജയരാജ് അവസാനം പറഞ്ഞെടുത്തു നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. കുട്ടികളിലേക്കാണ് ഇത് കൂടുതൽ രോഗബാധ കാണുന്നതെന്നും ലക്ഷണങ്ങൾ ഉള്ളതുമായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വയനാട്ടിൽ നിന്നുള്ള കാര്യമാണ് ജയരാജ് പറഞ്ഞത്. പക്ഷേ കൊല്ലത്തേക്ക് വരുമ്പോഴും അതേ സാഹചര്യമാണ് നിൽക്കുന്നത്. 2 വിദ്യാർത്ഥികൾക്കാണ് കൊല്ലം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരവൂർ പാലത്ര മേഖലയിൽ വിദ്യാർത്ഥികൾക്കാണ് രോഗം പിടിപെട്ടത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്തിൽ വിശദാംശങ്ങൾ നൽകാൻ വിനീഷ് കൊട്ടാരക്കര ചെയ്യുന്നുണ്ട്. വിനീഷ്, 2 കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ സമ്പർക്ക പട്ടിക മനസ്സിലായിട്ടുണ്ടോ? ഇത് എവിടെ നിന്നാണ് ഈ ഉറവിടം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യം എങ്ങനെയാണ്? കാരണം ഈ ഇമ്മ്യൂണിറ്റി പവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെങ്ങനെയാണ് ഇതെന്നുള്ളത് നമ്മൾ മറ്റ് 2 ജില്ലകളിലെയും കാര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ ആരോഗ്യം തൃപ്തികരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയും അതാണോ സാഹചര്യം? തീർച്ചയായും ഹരി, അങ്ങനെ തന്നെയാണ്. കൊല്ലം ജില്ലയിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. രോഗബാധിതർ പരവൂർ പാലത്ര മേഖലകളിലുള്ള വിദ്യാർത്ഥികളാണ്. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്നെയാണ് അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജില്ലയിൽ ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നത്തെ രോഗികൾ ചികിത്സയ്ക്ക് ശേഷം അസുഖം ഭേദമായി തന്നെ വീടുകളിലേക്ക് മടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിലവിൽ സാഹചര്യം കണക്കിലെടുത്ത്, അതായത് ഈ മഴക്കാലം ശക്തമായതോടെ പകർച്ചവ്യാധികളും അതിന്റെ പകർച്ച രോഗ വ്യാപന സാധ്യത ഉയർന്നതായിട്ടാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ജാഗ്രത പാലിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശവുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുടലിലെ അണുബാധ മൂലമുള്ള വയറിളക്കവും ഛർദിയും ഇതിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുക എന്നുള്ളതാണ്. ഈ കുട്ടികളിലും പ്രായമായവരിലുമാണ് ഈ രോഗം ഗുരുതരമാകാൻ സാധ്യത ഉള്ളത്. അതുപോലെ തന്നെ ഈ മലിനജലത്തിൽ തയ്യാറാക്കിയ ഭക്ഷണവും ആണ് ഈ ഒരു രോഗവ്യാപനത്തിന് കാരണമാകുന്നത്. എന്തായാലും ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായിട്ട് തന്നെയാണ് DMOയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹരി. യെസ്, വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്തെ വിശദാംശങ്ങൾ നൽകിയത്. ഈ ഷിഗല്ല രോഗബാധയുമായി ബന്ധപ്പെട്ട നമ്മൾ ഓരോ ജില്ലകളിലെയും കാര്യങ്ങൾ എടുക്കുമ്പോൾ പോലും നിലവിൽ രോഗം ബാധിച്ചിരിക്കുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ ആശ്വാസകരമായ ഒരു വാർത്തയും കൂടി ആണ്. അത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സമ്പർക്ക പട്ടിക, ഇതിൻ്റെ ഉറവിടം എങ്ങനെയാണെന്നത് സംബന്ധിച്ചുള്ള ധാരണകൾ ലഭിക്കുവാനുണ്ട്. പക്ഷേ ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യം, രോഗലക്ഷണങ്ങളുമായിട്ട് ആശുപത്രിയിൽ എത്തിയവർക്ക് നിലവിൽ അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്.